കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് മിമിക്രി താരം ടിനി ടോമിൻ്റെ മകൻ മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിൽ ടിനി ടോമിൻ്റെ മകൻ ആദം ഷെം ഉൾപ്പെടെ 3 യുവാക്കളാണ് കഞ്ചാവുമായി പിടിയിലായത്. അറസ്റ്റ് ചെയ്ത ഇവരെ പോലീസ് ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നെങ്കിലും വിവരങ്ങൾ പെട്ടെന്ന് പുറത്തു വന്നിരുന്നില്ല. രാത്രി പട്രോളിങ്ങിനിടെ മകളിയം അമ്പലത്തിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ യുവാക്കളെ പോലീസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. ആ പരിശോധനയിൽ സംഘത്തിലുണ്ടായിരുന്ന കാർത്തിക് എന്ന യുവാവിൻ്റെ പക്കൽ നിന്ന് 4 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. തുടർന്ന് ആദം ഷെം, അമിത് ജോർജ്, കാർത്തിക് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വന്തം ഉപയോഗത്തിനായാണ് ലഹരി കൈവശം വെച്ചതെന്ന് ഈ യുവാക്കൾ സമ്മതിച്ചതായി പോലീസ് പറയുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ഭയം കാരണം സിനിമയിൽ അവസരം ലഭിച്ചിട്ട് മകനെ അഭിനയിക്കാൻ വിടില്ലെന്ന് ടിനി ടോം മുൻപ് ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. ലഹരിക്ക് അടിമയായ ഒരു നടൻ്റെ പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങുന്നത് താൻ കണ്ടുവെന്നും അത്തരം കെണികളിൽ തൻ്റെ മകൻ വീഴരുതെന്ന് ആഗ്രഹമുണ്ടെന്നും വികാരാധീനനായി അദ്ദേഹം അന്ന് വെളിപ്പെടുത്തിയിരുന്നു. സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ടിനി ടോമിൻ്റെ ഈ വെളിപ്പെടുത്തലുകളെ നടൻ ധ്യാൻ ശ്രീനിവാസൻ പരിഹസിക്കുകയും ചെയ്തു. മകന് ബോധമുണ്ടെങ്കിൽ അവൻ ലഹരി ഉപയോഗിക്കില്ലെന്നും അതാരും വായ്ക്കകത്ത് കുത്തിക്കയറ്റി തരില്ല എന്നുമായിരുന്നു ധ്യാൻ പറഞ്ഞത്. ടിനി ടോം എന്ന ആ അച്ഛൻ ഭയന്ന അതേ ലഹരിയുടെ വഴിയിൽ ഇപ്പോൾ മകൻ എത്തിയത് സിനിമാ ലോകത്തെയും ഞെട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ടിനി ടോം ഫേസ്ബുക്കിൽ ഇട്ട ഒരു കുറിപ്പാണ് ശ്രദ്ധേയമാവുന്നത്. കൺഗ്രാജുലേഷൻസ് മൈ ഡിയർ സൺ ആദം ഫോർ യുവർ അച്ചീവ്മെൻറ്റ് ഇൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ ആൻഡ് യു വിൽ ബി മൈ ഹീറോ ഓൾവേസ് എന്ന് മകൻ മുമ്പ് നേടിയ വിജയത്തെക്കുറിച്ച് ടിനി പറയുന്നു. പിന്നീട് ഒരു സങ്കീർത്തനം അദ്ദേഹം പങ്കുവെക്കുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. മറ്റുള്ളവൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ. ഏത് കുരിശിനും 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. കാലം എല്ലാം തെളിയിക്കും. ഗോഡ് ബ്ലസ്. നിൻ്റെ അച്ഛൻ ഉണ്ടട കൂടെ എന്നാണ് ടിനി ടോം പറയുന്നത്. ടിനി ടോം എന്ന കലാകാരനോടോ അഭിനേതാവിനോടോ ഒരു വിധത്തിലുള്ള ആരാധനയും തോന്നിയിട്ടില്ല. പല വിഷയങ്ങളിലും ടിനി ടോമിനെ പരിഹസിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുമുണ്ട്. എന്നാലും തൻ്റെ മകന് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്ന അച്ഛൻ എന്ന നിലയിൽ ടിനി അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. ഒരു മകൻ തെറ്റിലേക്ക് വീഴുമ്പോൾ മറ്റുള്ളവർ അത് ആഘോഷമാക്കുമ്പോൾ അതിൻ്റെ വേദന മുഴുവൻ സഹിക്കുന്നത് അവൻ്റെ മാതാപിതാക്കൾ തന്നെയാകും. അപ്പോൾ അത് മറികടക്കാനായില്ലെങ്കിൽ ആ മകനും അച്ഛനുമൊക്കെ ജീവിതകാലം മുഴുവൻ ഈ ഭാരം ചുമന്ന് നടക്കേണ്ടിയും വരും. തൻ്റെ മകന് തെറ്റുപറ്റിയപ്പോൾ കൂടെ നിൽക്കാനും അത് തിരുത്താനും കഴിഞ്ഞില്ലെങ്കിൽ അവസാനം വരെ ഒരു പിതാവ് എന്ന നിലയിൽ അയാൾ വേദനിക്കും. മക്കൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തിവെക്കുന്ന ചില ചെയ്തികളിലൂടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾക്കാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പരക്കെ പ്രത്യക്ഷപ്പെടുന്ന പരിഹാസ പോസ്റ്റുകളും കമൻറ്റുകളും അവരെ കൂടുതൽ തളർത്തുകയും ചെയ്യും. ലോകത്തിലെ ഏതൊരു മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ മോശക്കാരാകണമെന്ന് ആഗ്രഹിക്കാറില്ല. പലപ്പോഴും ചില സൗഹൃദങ്ങൾ നമ്മുടെ മക്കളെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അത് വളർത്തുദോഷം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ പറ്റില്ല. കൗമാരത്തിലും യൗവനത്തിലും സംഭവിക്കുന്ന ചെറിയ വീഴ്ചകളാണ് അതെല്ലാം തിരുത്തി ശരിയായ പാതയിൽ സഞ്ചരിക്കാൻ ആ ചെറുപ്പക്കാരന് കഴിയട്ടെ. അതോടൊപ്പം ടിനി ടോം എന്ന അച്ഛൻ്റെ കരുതലും സ്നേഹവും അതിനെ സഹായകമായി മാറുമെന്നും പ്രതീക്ഷിക്കാം.